ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ സെറ്റപ്പ് വെച്ച് ഗോൾഡിലെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എൻട്രി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോൾ നോക്കുന്ന 4 അവറിലാണ്. 4 അവറിൽ നമ്മുടെ സോൺ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ബൈ എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സോൺ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഇപ്പൊ പ്രൈസ് ഇങ്ങോട്ട് ഈ ഒരു സോണിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 അവർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സോണാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇത് ഈ 4 അവറിനെ 1 അവറിലേക്ക് പ്രിസൈസ് ചെയ്യുവാണ്. ഓക്കെ, എൻട്രി എടുക്കാൻ വേണ്ടി 1 അവറിലേക്ക് പ്രിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഇതിന്റെ ഉള്ളിൽ തന്നെ 1 അവറിന്റെ ഒരു സോൺ കിട്ടും. ഓക്കെ, 1 അവർ സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളർ ക്യാൻഡിലാണ് 1 അവറിന്റെ സോൺ വരുന്നത്. ഓക്കെ, ഇതാണ്. അപ്പൊ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു 1 അവറിന്റെ ഈ ഒരു സോണിലേക്ക് വേണമെങ്കിൽ നമുക്ക് എൻട്രി ചുരുക്കാം. ഓക്കെ, കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് പുഷ് ആയിരിക്കുന്നത് നോക്കി. അറൗണ്ട് ഈ സമയം വരെ 300+ 340 പിപ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രെൻഡ് ലൈൻ്റെയും കൂടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ലൈൻ ആണ് മെജോറിറ്റി കൂടുതൽ സമയം ഏറ്റവും പവർഫുൾ. സോ നമുക്ക് ഡെയിലിയിൽ നിന്ന് നോക്കാം ഏതെങ്കിലും ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് മെയിനായിട്ട് 6 ടൈപ്സ് ഓഫ് ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ട്രെൻഡ് ലൈൻ നമ്മുടെ സോണിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 കിടക്കുന്നുണ്ട്, നോക്കാം. ഇതാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 1. ഓക്കെ, ഇതാണ് ഡെയിലിയിലെ ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ എത്ര, കണ്ടോ കറക്റ്റ് ആ ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പോയി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എൻട്രി വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, ഹാപ്പി ട്രേഡിംഗ്.